എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ടറോട്ട് കാർഡ് റീഡിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും ശാസ്ത്രീയമായ ടറോട്ട് കാർഡ് റീഡിംഗാണ് നാം നോക്കുന്നത്. നിങ്ങളുടെ റീഡിങ് ഓരോരുത്തർക്കുമുള്ളതല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എങ്കിൽ പോലും പരമാവധി അത് കൃത്യത നാം ശ്രദ്ധിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, പക്ഷെ കാലാതീതമാണ്, എപ്പോൾ കണ്ടാലും ബാധകമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ റീഡിംഗ് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ഇനി മുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമോ എന്ന് നോക്കാം. ആ വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നോക്കാം. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാർഡ് 2 ഓഫ് കപ്സ് ആണ്. ഈ ബന്ധം ഇപ്പോൾ വരെയുള്ള വളരെ സമാധാനപരവും മനോഹരവുമായൊരു ബന്ധമായിരുന്നു. ഇതുവരെ നിങ്ങൾക്ക് തമ്മിലൊരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു. ഒരാളിൽ നിന്നുള്ള സ്നേഹം അല്ലെങ്കിൽ സ്നേഹത്തിനുള്ള മറുപടി മറ്റൊരാൾ നൽകുന്ന ആരോഗ്യകരമായ ഒരു ബന്ധമാണ് ഇവിടെ കാണുന്നത്. 2 ഓഫ് കപ്സ് ബന്ധം സ്ഥായിയായൊരു ബന്ധത്തെയാണ് കാണിക്കുന്നത്. അതായത് ഇനി മുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളറിയാത്ത ഒരു ഉത്തരം അവിടെ ഉണ്ട്. ആ വ്യക്തിയുടെ മനസ്സിൽ ഇനി മുതൽ എന്നുള്ളതിന് പ്രസക്തിയില്ല. ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ഉണ്ട്. നിങ്ങൾ അകന്നിട്ടില്ല ആ വ്യക്തിയെ സംബന്ധിച്ച്. നിങ്ങൾക്കൊരു പക്ഷേ സംശയം ഉണ്ടായിരുന്നിരിക്കാം, ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ, എന്നെ അകറ്റുകയാണോ. അത് നിങ്ങൾക്ക് തോന്നിയ ചില സാഹചര്യങ്ങളിൽ തോന്നിയതാകാം. ചില സാഹചര്യങ്ങളിൽ താൽക്കാലികമായ ആ വ്യക്തിയുടെ വാക്ക്, പ്രവൃത്തി എന്നതിൽ അധിഷ്ഠിതമായി കേവലം നിങ്ങൾ ചിന്തിച്ചതാണ്. ആ ഒന്നാമത്തെ കാർഡ് കണ്ടില്ലേ, ഒപ്പത്തിനൊപ്പം 2 ഓഫ് കപ്സ്, 2 കപ്പുകളുമായി മുഖാമുഖം നിൽക്കുന്ന 2 വ്യക്തികളെയാണ് നിങ്ങൾ കാണുന്നത്. ഹൃദയത്തിൽ ഒരുപോലെ. പുറമെ നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യാസങ്ങൾ അനുഭവപ്പെട്ടേക്കാം, തോന്നിയേക്കാം. അതിനേക്കാൾ ഉപരിയായി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ കാർഡിൽ നമുക്കിവിടെ ദൃശ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട, ആശങ്കപ്പെടേണ്ട, ഒരുമിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയങ്ങൾ ഉണ്ടാകട്ടെ. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. നൈറ്റ് ഓഫ് കപ്സ് ആണ്. എന്താണ് നമുക്ക് അതിൽ ഇനി മുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമോ എന്നതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് നോക്കാം. ആ വ്യക്തിയുടെ ഹൃദയമണ്ഡലങ്ങളിൽ എന്താണ്? രണ്ടാമത്തെ കാർഡ്, ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അരികിൽ കൂടുതൽ താല്പര്യത്തോടെ വരികയാണ്. നിലവിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാവില്ല, പക്ഷെ വരും. കൂടുതൽ താല്പര്യത്തോടെ വരും. കൂടുതൽ താല്പര്യത്തോടെ വരിക തന്നെ ചെയ്യും. ഇതൊരു റൊമാൻറ്റിക് അഭിവൃദ്ധിയുടെ കാർഡ് തന്നെയാണ്. പ്രണയം പൂക്കുകയാണ്, പ്രണയം വർദ്ധിക്കുകയാണ് എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമാണ്. ഒരാൾ പ്രണയത്തിൽ ആഴത്തോടെ ചിന്തിക്കാൻ തുടങ്ങിയ ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ആ വ്യക്തിക്ക് നിങ്ങളെ അകറ്റാൻ കഴിയുന്നില്ല. മനസ്സിൻ്റെ ഉള്ളിൽ വലിയ താല്പര്യത്തോടെ നിങ്ങളുണ്ടാകുന്നൊരവസ്ഥ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, അതൊക്കെ ആ വ്യക്തി നിങ്ങൾക്ക് നിറവേറ്റി നൽകുന്നു. ആ വ്യക്തിയുടെ മനോമണ്ഡലങ്ങൾക്കുള്ളിൽ നിങ്ങൾ കരുതുന്നതിലും ശക്തമായിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി ഏത് പ്രതികൂല സാഹചര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി വരുന്നു. വലിയ സത്യമുള്ളൊരു കാർഡ്. പ്രണയാഭിവൃദ്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്നൊരു കാർഡ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയങ്ങളെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു കാർഡാണിത്. നിങ്ങൾ കരുതുന്നത് പോലെയല്ല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആശങ്കപ്പെടുന്നത് പോലെയല്ല സംഭവിക്കാൻ പോകുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട് എന്ന് പറയപ്പെടുന്നു. നിങ്ങൾക്ക് അവിടെ ഒരുപാട് ശക്തി ലഭിക്കുന്നു. നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു. നിങ്ങളുടെ മുന്നേറ്റങ്ങൾ എഴുതപ്പെടുന്നു. ദൃഢമായി ഉറച്ച് ആ പ്രണയം എത്തുന്നു. നമുക്കിനി മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. ദി സൺ എന്ന കാർഡാണ്. ഇത് വളരെ ഉജ്ജ്വലവും പോസിറ്റീവുമായൊരു കാർഡാണ്. സ്നേഹവും സന്തോഷവും വർദ്ധിപ്പിക്കാൻ പോകുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ സുന്ദരമാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു.
പ്രണയാർദ്രമായ ഊർജ്ജം ഉണ്ടാകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ മുന്നേറുന്നു. ആർക്കും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ കഴിയില്ല. ഏറ്റവും തീക്ഷ്ണമായ, ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും ഉദാത്തമായ പ്രണയത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി എത്തുന്നു. നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ശക്തി നൽകുന്ന, വലിയ തരത്തിലുള്ള പിന്തുണ നൽകുന്ന ഒരു പ്രണയമായത് മാറുന്നു. ആ പ്രണയത്തിൻ്റെ തീവ്രതയിൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നു. ആ പ്രണയത്തിൻ്റെ തീവ്രത നിങ്ങളിലേക്ക് അരിച്ചരിച്ചെത്തുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പ്രണയത്തിൻ്റേതായ ഒരു പുതിയ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ സപ്പോർട്ടുകൾ ലഭിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായും പ്രണയാർദ്രമായ വളരെ ശൈലിയിൽ, വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ പ്രണയത്തെ കൊണ്ടുപോകുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി മുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. വളരെ പോസിറ്റീവായിട്ട് പോകുക. പ്രണയാർദ്രത നിറഞ്ഞ, പ്രണയം പൂത്തുലയുന്ന പ്രണയത്തിലൂടെ നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്ന രീതിയിലേക്ക് എത്തുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.